This is called the Solo Satire Comedy Skit Round. ആക്ഷേപഹാസ്യത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോമഡി സ്കിറ്റ് നമ്മളുടെ ഫൈനലിസ്റ്റ് വേദിയിൽ വന്ന് അവതരിപ്പിക്കും. അതിൻ്റെ ബേസിസിലായിരിക്കും ജഡ്ജസ് മാർക്സ് ഇടുക. സോ എല്ലാവരും റെഡി അല്ലേ സെക്കൻഡ് റൗണ്ടിന്? റെഡിയാണെങ്കിൽ നന്നായി ഒന്ന് കൈയടിച്ചു നമ്മുടെ 4 ഫൈനലിസ്റ്റിനെ പ്രോത്സാഹിപ്പിച്ച് ഈ റൗണ്ടിൽ വേദിയിലെത്തുന്ന ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ഓഫ് കോഴ്സ് വീണ്ടും കൃഷ്ണാഞ്ജലി തന്നെയാണ് തുടക്കം കുറിക്കുന്നത്. The stage is yours. Here she is for the Solo Satire Round. പ്രാണൻ നിലനിർത്തുന്ന ജീവവായു പോലെയാണ് മനുഷ്യ ജീവിതത്തിലേക്കുള്ള പരസ്യങ്ങളുടെ കടന്നുകയറ്റം. എന്തിനും ഏതിനും എവിടെയും പരസ്യങ്ങൾ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തിനാണ് ഈ പരസ്യങ്ങൾ? നേരം വെളുത്തിട്ട് ഇത്രയും സമയമായി, ഇവിടെ ഒരു ചായ തരാൻ പോലും ആരുമില്ലേ? എടി ഒരു ചായ കൊണ്ടുവാടി. ഈ ചായ കുടിക്കൂ, ഈ ചായ കുടിക്കൂ, ഈ ചായ കുടിക്കൂ. ഈ ചായക്ക് നിറമില്ല, നിറമുണ്ടെങ്കിൽ സ്വാദില്ല, സ്വാദുണ്ടെങ്കിൽ കടുപ്പമില്ല. പിന്നെ ഏത് ചായയിലുണ്ട് ഈ 3 ഗുണം? അത് പിന്നെ ഒന്നിറങ്ങി പോണ്ട, ഞാൻ ചായ കുടിക്കണില്ല. എടി ആ പേസ്റ്റ് ബ്രഷിംഗ് എടുത്ത് ഞാൻ ഒന്ന് പല്ല് കേട്ടെ. ഇതാ രാജുവിന്റെ ബൈക്ക് ഓടിക്കുന്ന പോലുള്ള ചിരി. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇതാ മഹേഷിന്റെ എക്കളോട് കൂടെയുള്ള ചിരി. ഇത് മനോഹരമായിട്ടുണ്ട്. ഇതാ ഗോപാലൻ ചേട്ടന്റെ വാ തുറന്നുള്ള ക്ലോസ് അപ്പ് പുഞ്ചിരി. ഇതാണ് ചിരി. ഇതുപോലെ പുഞ്ചിരിക്കാൻ നിങ്ങൾക്ക് വേണം ജോസഫ് ടൂത്ത് പേസ്റ്റിന്റെ ആത്മവിശ്വാസം. അതെ, എനിക്കിപ്പോ ആത്മവിശ്വാസം അല്ല വേണ്ടത്, ഒരിത്തിരി മനസമാധാനാ. ഒന്നിറങ്ങി പോണ്ട. ഈ പരസ്യക്കാരെ കൊണ്ട് തോറ്റ് ഇനി ജന്മത്തെ ഞാൻ പല്ലേക്കില്ല. ഒന്ന് കുളിക്കണോണ്ട് ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എടി ആ സോപ്പിംഗ് എടുത്തേ, ഞാൻ ഒന്ന് കുളിക്കട്ടെ. ഇഞ്ചി, പച്ചമുളക്, കറുകപ്പട്ട, ഗ്രാമ്പൂ എന്നിങ്ങനെ 30-ൽ പരം പച്ചമരുന്നുകൾ കൊണ്ട് തയ്യാറാക്കി ഈ സോപ്പിട്ട് കുളിച്ചാൽ വിയർപ്പ് നാറ്റം മാറി നിൽക്കും. എന്താണെന്ന്? വിയർപ്പ് നാറ്റം മാറി നിൽക്കുമെന്ന്. എന്നാ ആദ്യം നീ ഒരു 10 സോപ്പ് വാങ്ങിച്ചു കുളിക്ക്. വിയർപ്പ് വേണം കൊണ്ട് മനുഷ്യരിവിടെ നിൽക്കാൻ പറ്റണില്ല. എന്റെ അമ്മോ, ഒന്നിറങ്ങി പോരാ അവിടുന്ന്. ഈ പരസ്യക്കാരെ കൊണ്ട് മനുഷ്യര് കുളിക്കാനും പറ്റില്ലേ? മൂക്കടപ്പുണ്ടോ? ഉണ്ട്. ജലദോഷമോ? ഉണ്ട്. തലവേദനയോ? ഉണ്ടടോ ഉണ്ട്. എന്നാ വേഗം പോയി ഏതെങ്കിലും ഡോക്ടറെ കാണിക്കണോ. അപ്പൊ താൻ പരസ്യക്കാരനല്ലേ? ഇതിലെ പോയപ്പോ താൻ തുമ്മണ കണ്ട ഒരു നാട്ടുവിശേഷം ചോദിച്ചതേ ഉള്ളൂ. ഒന്നിറങ്ങി പോകാമോ? ഇതേ കണ്ടല്ലോ, ഇവന്മാരുടെ ശല്യം കൊണ്ട് രാവിലെ ഞാൻ ചായ കുടിച്ചിട്ടില്ല, പല്ല് തേച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല. ഇനി ഇപ്പൊ ബാത്റൂമിൽ പോയാ അവിടെ ഇവന്മാര് വരുമോ? അയ്യോ, സിനിമാ നടൻ ജബ്ബാർ. നിങ്ങളുടെ വീട്ടിൽ ബാത്റൂം ഇല്ലേ? ഉണ്ട്. നിങ്ങളുടെ ബാത്റൂം ക്ലീൻ ആണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? പിന്നെ നല്ല വിശ്വാസമുണ്ട്. ശരി, ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ചലഞ്ച്. ചലഞ്ച്. വലിയ സിനിമാ നടനാ, ഇപ്പൊ പണിയൊന്നും ഇല്ലാതെ ബാത്റൂം ക്ലീൻ ചെയ്യാൻ നടക്കുക. ഇനി പറ, എങ്ങനെയുണ്ട് ബാത്റൂം? നല്ല അടിപൊളി ബാത്റൂം. 2 ദിവസമായി വയറിന് ഭയങ്കര കംപ്ലൈന്റ്. ഫുഡിന്റെ അടുത്താ തോന്നണത്. എന്തായാലും കാര്യം നടന്നല്ലോ, അത് മതി. എടാ മെനകെട്ടവനെ, അപ്പൊ നീ എന്റെ ബാത്റൂം ചീത്തയാക്കാൻ വന്നാണാ? ഒന്ന് ഇറങ്ങി പോടാ. ഓ, ഇനി ഈ വീട്ടിൽ നിന്ന പരസ്യക്കാരനെ കൊല്ലും. എത്രയും പെട്ടെന്ന് എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. എവിടെ എന്റെ ഷർട്ട്? എവിടെ? അയ്യോ, ഈ ഷർട്ട് കഴുകിട്ട് വെളുത്തിട്ടില്ലല്ലോടി. വന്നല്ലോ വന്നല്ലോ നിറമാല വന്നല്ലോ, വെള്ള വസ്ത്രങ്ങൾക്കു വെണ്മയേകാൻ. വെള്ള വസ്ത്രങ്ങളും വർണ്ണ വസ്ത്രങ്ങളും നിറമാല സോപ്പിൽ തിളങ്ങുമല്ലോ. ലാ 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 ലാ. അല്ല കാരണവരെ, ഈ നിറമാല എന്ന് പറഞ്ഞ അലക്കണ സോപ്പാണാ? നിറമാല എന്ന് വെച്ചാൽ സോപ്പും വീടൊന്നും അല്ല. എന്റെ ഈ നിൽക്കുന്ന മോള ഇവളെ ഇവിടെ വേലക്ക് നിർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ വസ്ത്രങ്ങൾ മാത്രമല്ല കുടുംബം വരെ വെളുപ്പിച്ച് കൈ തരും. ഓ എന്റെ ദൈവമേ, വേലക്കാർക്ക് വരെ പരസ്യോ? ഓ, ഒന്ന് പുറത്തേക്ക് ഇറങ്ങാന്ന് വെച്ചതാ, അപ്പോഴേക്ക് ദേ ഇടിയും വെട്ടി മഴ. എടി ആ കൊടയും കെടുത്തേ, ഞാൻ ഒന്ന് പുറത്തേക്ക് പോട്ടെ. കൊടയിങ്ങന്നേ, അച്ഛനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാട്ടോ. അയ്യോ, ഇത് കൊടയല്ല, മഴ വന്നാ വീട്ടിൽ കൂടാന്നാ ഞാൻ പറഞ്ഞത്. അച്ചായി പുറത്തു പോകണ്ടട്ടാ, വീട്ടിൽ തന്നെ ഇരുന്നാ മതി. ഓടി വൃത്തം കേട്ടവളെ, മനുഷ്യനിവിടെ പരസ്യക്കാരെ കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുമ്പോഴാ അവളുടെ ഒരു വേഷം കെട്ട്. ഇന്ന് എത്രയാണാവോ തീയതി? എടിയേ ആ കാലണ്ടറിങ് എടുത്തേ. ഓണം, വിഷ്ണു തന്നെയല്ല, വിഷു, റഹ്മാൻ. റഹ്മാനാ? റംസാൻ. ഇപ്പൊ കറക്റ്റ്. ആഘോഷങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, കലണ്ടർ
മനോഹരന്റെ തന്നെ. അതെ, എന്റെ കലണ്ടർ തന്നെ ഞാൻ അന്വേഷിച്ചത്. എന്നെ ഒന്ന് ശല്യം ചെയ്ത് പോകാമോ? ഈ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എന്റെ നിലക്ക് ഭ്രാന്ത് പിടിക്കുന്നുള്ള കാര്യം ഉറപ്പാ. അതുകൊണ്ട് പുറത്തോട്ട് പോകുന്നത് തന്നെയാ ബുദ്ധി. ഏയ് സവാരി ഗിരി ഗിരി ഗിരി. അയ്യോ ലാലേട്ടൻ, എങ്ങോട്ടാ സവാരി? അത് മോക്കൊരു സ്വർണ്ണമാല വാങ്ങിക്കണമായിരുന്നു. എന്താ ചെയ്യാ, സ്വർണം വാങ്ങണമെങ്കിൽ അത് ദർബാർ ഗോൾഡിൽ നിന്ന് തന്നെ വാങ്ങണം. അയ്യോ, അവിടെ എന്താണ് ഇതിന് മാത്രം പ്രത്യേകത? അവിടെ പണിക്കൂലി നിർബന്ധമാണെങ്കിലും സ്വർണത്തിന് ഒട്ടും വിലക്കുറവില്ല. ആ നിർത്തിക്കേ. ഈ പുള്ളിക്കാരൻ ഇപ്പൊ പറയും ദർബാർ ഗോൾഡിൽ പോയി സ്വർണം മേടിക്കാൻ. നമ്മൾ ഇല്ലാത്ത കാശും മുടക്കി സ്വർണം മേടിച്ച് വീട്ടിൽ കൊണ്ടുവരുമ്പോ ഈ പുള്ളി തന്നെ പറയും മലപ്പുറം ഗോൾഡിൽ കൊണ്ടുപോയി പണയം വെക്കാൻ. അങ്ങനെ നമ്മൾ പണയം വെച്ചുള്ള കാശുമായിട്ട് വീട്ടിൽ വരും. അപ്പോഴും പുള്ളി കയറി വരും, വൈകിട്ട് എന്താ പരിപാടിന്ന്. അങ്ങനെ ഈ പുള്ളിയുടെ വാക്കും കേട്ട് നമ്മൾ രണ്ടെണ്ണം വാങ്ങിച്ചടിച്ചൊന്ന് വാള് വെച്ച് പോയാലാ. അപ്പോഴും പുള്ളി കയറി വരും, ശുചിത്വ കേരളം, സുന്ദര കേരളം. അപ്പൊ നിങ്ങൾ പറ, ഇനി നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ വൈകിട്ട് എന്താ പരിപാടി? വൈകിട്ട് ഒരു പരിപാടിയില്ല. ഒന്നിറങ്ങി പോകാമോ? എന്റെ ഭഗവാനെ, എന്നെ ഈ നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്താമോ? പ്രൊഫസർ സുഗന്ധി. ഇതാരാണാവോ? പ്രൊഫസർ രാമചന്ദ്രന്റെ വീടല്ലേ ഇത്? അല്ല. പ്രൊഫസർമാരെ എവിടെ ഉണ്ടാകും, അവിടെ ഞാനും ഉണ്ടാകും. ഓ, മനുഷ്യരുടെ തലക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. അപ്പോഴവരെ ട്രൗസർ കയറി വന്നേക്കുന്നേ. ട്രൗസർ അല്ല, പ്രൊഫസർ എന്നാ ഞാൻ പൊറോട്ടെ. പൊറോട്ടയല്ല, ചപ്പാത്തി. ഒന്ന് ഇറങ്ങി പോടോ. എന്റെ ഭഗവാനെ, ഈ പരസ്യത്തിന്റെ ഇടയിൽ നിനക്കൊന്ന് ചത്താ മതിയായിരുന്നു. ഗുണമോ മെച്ചം, വിലയോ തുച്ഛം. വാങ്ങിയവർ വീണ്ടും വീണ്ടും ചോദിച്ചുപയോഗിക്കുന്നു. മരിച്ചു കഴിഞ്ഞിട്ടാ? ശവപ്പെട്ടികൾ. 6 അടിയുള്ള ഒരു ശവപ്പെട്ടി വാങ്ങുമ്പോൾ 3 അടിയുള്ള ഒരു ശവപ്പെട്ടി തികച്ചും ഫ്രീ. അതെന്തിനാണ്? ശവപ്പെട്ടികൾ. ശവപ്പെട്ടികൾ. ഞങ്ങളുടെ ഒരു ശവപ്പെട്ടി വാങ്ങുമ്പോൾ ജണ്ട്, റീത്ത്, ബൊക്കെ, കുന്തിരിക്ക പാക്കറ്റ് എന്നിവ തികച്ചും സൗജന്യമായി ലഭിക്കുന്നു. അത് ഭയങ്കര ലാഭമാ. ഞങ്ങളുടെ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പണിലൂടെ നേടൂ ബമ്പർ സമ്മാനമായ ബ്ലാക്ക് ഷൂ. അതിട്ട് ഷൈൻ ചെയ്ത് മോളിലേക്ക് പോകൂ. ചത്തുകിടന്നാലും ചമഞ്ഞു കിടക്കാൻ നിങ്ങളെ സഹായിക്കുന്നു ശവപ്പെട്ടികൾ. ശവപ്പെട്ടികൾ. ചേട്ടാ, മരിക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ മരിക്കൂ. കാരണം ഈ ഓഫർ ഇന്നുകൂടി മാത്രം. ശവപ്പെട്ടികൾ. ശവപ്പെട്ടികൾ. എന്റെ ഭഗവാനെ, കിച്ചൂസ് എന്നെ കൊണ്ട് പോണേ. ഓ, കാലത്തെ ഉറക്കത്തിൽ കിടന്ന് പിച്ചും പേയും പറയാതെ ഒന്ന് എണീറ്റ് പോയി കുളിക്കു മനുഷ്യ. ഇന്നല്ലേ നമ്മുടെ വീട്ടിൽ ടി വി മേടിക്കാന്ന് പറഞ്ഞത്? അപ്പൊ ഇതൊക്കെ സ്വപ്നം കണ്ടായിരുന്ന? എന്താടി നീ പറഞ്ഞെന്താ? നമുക്ക് ടി വി മേടിക്കാൻ പോകണ്ടേന്ന്. ടിവിയാ? ഇനി ഈ വീട്ടിലാ? എന്റെ പട്ട് മേടിക്കും. വേദിയിൽ എത്തുന്നു ആ നെക്സ്റ്റ് സ്ട്രോങ് ഫൈനലിസ്റ്റ് വിജിത. ഹലോ, എന്തേ? 9 മണിക്ക് തന്നെ. ഇതെന്നു രാവിലെ പ്രത്യേകം പറയണ? ഒരു പണിക്കുവാണെങ്കിൽ അതിനോട് ഇത്തിരി ആൽമാത്ര. ആർമാത്ര. ഛേ, ഒരു മിനിറ്റേ. ആൽമാത്ര, ആർമാത്ര, ആത്മാത്ര. അത് വേണ്ട. ഒരു ഉത്തരവാദിത്തം വേണ്ടേ? അല്ലെങ്കിൽ തന്നെ ആൾക്കാർക്ക് ഈ പണിയെ പറ്റി പല പല വർത്താന. അതിപ്പോ നിങ്ങൾക്ക് അവിടെ ചെന്നാലും അത് തന്നെയല്ലേ പണി? എന്ത്? അല്ല, ഈ പല പല വർത്താനങ്ങളെ. ഇതേ തള്ളേ, എന്റെ വായിരിക്കണം കേൾക്കാൻ നിൽക്കണ്ട. മൂക്കിൽ കാലും കെട്ടി കുയിലേക്ക് പഞ്ഞി നീട്ടി കുത്തിരിക്കാൻ വേണ്ടിട്ട് കാലം കുറേ. ഹോ, എന്റെ ഭഗവാനെ, ഇതിനൊന്നും അങ്ങോട്ട് കെട്ടിയെടുത്തൂടെ? പിന്നെ ഈ വയസ്സാം കാലത്തല്ലേ ഭഗവാൻ എന്നെ കെട്ടാൻ പോണേ. രമ 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 കിട്ടവില്ല കേട്ട് ഭീമാ 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 കിട്ട. അതെ, ഞാൻ പോവാ. ഇന്നലെ ആ കുന്നംകുളത്തുകാരെ വന്നപ്പോ മാക്സ് എടുത്തായി. ഞാൻ അടുത്തില്ല. ഇരിക്കായിരുന്നില്ലേ? ഇത് കെട്ടിയോ സമ്മതിക്കില്ലെന്നേ. 10 ഉറുപ്പ്യ ഇൻസ്റ്റാൾമെന്റ് അടിച്ചാൽ മതി. ഒരാഴ്ചയും 10 ഉറുപ്പ്യ അടക്കിയപ്പോ അത്ര വലിയ പ്രയാസമുണ്ട്. മൂപ്പർക്ക് ഇതൊന്നും ഇങ്ങനെ എടുക്കണ ഇഷ്ടമല്ല. കടയിൽ പോയി തന്നെ എടുക്കണം. പക്ഷെ സാധനങ്ങളുണ്ട്. ഞാൻ ഇന്നലെ 4 എടുത്തേ. 2 എന്റെ മുകൾക്ക് എടുക്കാച്ച്. അടുത്ത പ്രാവശ്യം വരുമ്പോ നിങ്ങളെ വിളിച്ചാൽ മതി. എന്റെ കെട്ടി അറിയരുതേ. മതി മതി. എല്ലാരും കൂടി വന്നേ. ജാനകി, പാറു, ലക്ഷ്മി, ഖദീജ, നിങ്ങൾ 4 ആളും ഈ പോസ്റ്റും കാലം തൊട്ടിട്ട് മുക്കിലെ പീടി വരെ. മുക്കിലെ പീടി തൊട്ടിട്ട് പണിക്കര് പടി വരെ കാർത്തൂൻ, ചക്കിയും ലീലയും ചന്ദ്രികയും. തുടങ്ങിക്കോ. 9 മണിയായി. 5 മണിക്കുള്ളിൽ ഇന്നെങ്കിലും ഇതൊന്ന് തീർത്തു തരുമോ? ഹലോ, ഇതാ എത്തി.
അത് വേണ്ടടി, നമുക്ക് ആ മൊഞ്ചത്തി സിൽക്സിൽ പോവാം. അവിടെ നല്ല സെലക്ഷൻ ഉണ്ടെന്നാ കേൾക്കണേ. ആയിക്കോട്ടെ, ഇപ്പം എത്തും, ഇപ്പം വരാം. എന്നാ ശരി. അതെ, ഞാൻ അപ്പുറത്തെ സൈഡിലുണ്ട് കേട്ടാ. ഞാൻ പോയിന്ന് വെച്ച് പരദൂഷണം പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കണ്ട. എൻ്റെ 2 കണ്ണ് ഇവിടെ തന്നെ ഉണ്ട്. ആ അതെ, പോണ വഴിക്ക് തട്ടി തടഞ്ഞൊന്നും വീഴല്ലേ. അതെന്താ? അല്ല, 2 കണ്ണും ഇവിടെ വെച്ചിട്ടല്ലേ പോണേ, അതുകൊണ്ട് പറഞ്ഞതാ. ഓ, നടു വേനിച്ചിട്ട് വയ്യ. ഓ, റോസ് സാരി, റോസ് കമ്മൽ. ജാനു എന്തേ? ജാനു ജാനു എന്താന്നു ഇവിടെ വാടി. ഈ തുണിക്കടയിൽ നിൽക്കണ ഇവൾക്ക് എവിടുന്ന ഇതിനൊക്കെ പൈസ? പാരോടുത്തി, അപ്പം നിങ്ങൾ ഈ നാട്ടിലൊന്നല്ലേ? ഓള് 2ാമത് കിട്ടി. അതെ, ഞാനിതൊക്കെ എങ്ങനെ അറിയാനാ? നമുക്ക് ഈ കൊളുത്തണ സ്വഭാവല്ലേ. എന്നാലും ഓളുടെ ഒരു അഹങ്കാരേ. 2ാമതെട്ട് എങ്ങനെയൊക്കെ ആവും? സുഖേടിനെ വിട്ട് ചന്ദ്രന്റെ പൊളിച്ചോടി വന്നിട്ട് ഞാൻ ഉണ്ട് അങ്ങനത്തെ അഹങ്കാരമെല്ലാം കാട്ടിട്ട്. 4 കെട്ടി എം ടിക്കില്ല ഇത്ര അഹങ്കാരം. MT 4 കെട്ടിയാ? കേട്ടിട്ടില്ലേ എം ടിയുടെ 4 കെട്ടിനെ കുറിച്ച്? ഓ, എന്റെ പാറുടുത്തി, അതൊരു കഥയല്ലേ? കഥയായാലും കിതയായാലും 4 കെട്ടിയോ? എനിക്കത് അറിഞ്ഞാ മതി. അല്ലടി, ഓളുടെ ഇപ്പത്തെ ഭർത്താവിന് എന്താ പണി? എല്ലാ ന്യൂസും അറിയണോ? നിങ്ങൾക്കാണെങ്കിൽ പരദൂഷണം പറയണ സ്വഭാവമില്ല. പൊയ്ക്കോളി അവിടുന്ന്. അനക്ക് കുറ്റാണ്ടി. എന്റെ വീട്ടിൽ LDC TV വാങ്ങിയപ്പോ തൊട്ട് തുടങ്ങിയതാ ഓളുടെ മോന്ത കടന്നലുത്തിയപ്പോ. എവിടെ എന്റെ കൈക്കോട്ട്? കാക്കയ്ക്ക് ഇരിക്കാൻ കണ്ടൊരു സ്ഥലം. കൈക്കോട്ടുണ്ട് പണിയെടുക്കാതിരുന്നാലേ കാക്കയല്ല പരുന്ത് വരെ വന്നിരിക്കും. പാറോടുത്തിയെ, നമുക്ക് ചായ കുടിക്കണ്ടേ? ആ, ഇന്നലിപ്പോ അത് കഴിഞ്ഞിട്ട് മതി. ഇവിടെ ഇരുന്നോട്ടാ. എന്റെ പാറോടുത്തിയെ, ഒന്നും പറയണ്ട. എന്റെ കെട്ടി ഒന്നൽ രാത്രി കള്ളും കുടിച്ചു വന്നിട്ട് എന്റെ നടുപ്പുറത്തേക്ക് ഒരു ഒറ്റയിടി. എന്റെ ജാനോ, ഈ എന്തെങ്ങനെ? ഈ ഭർത്താക്കന്മാരുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കയറാനേ ഒരു എളുപ്പ വഴിയുണ്ട്. നല്ലോണം തിന്നാണ്ടാക്കി കൊടുക്കണം. ഇന്ന് വൈകുന്നേരം ചെന്നിട്ടേ ഈ നല്ലൊരു ബിരിയാണി ഉണ്ടാക്കി കൊടുക്ക. ആ, എന്നിട്ട് അത് തിന്നിട്ട് വേണം അതിന്റെ ഊക്കിലിന്റെ നടുപ്പുറത്തോട്ട് ചവിട്ടാൻ. അല്ലടി മോളെ, അന്റെ കെട്ടിയോനല്ലേ കൂടി നിർത്താൻ വേണ്ടിട്ട് എന്തൊക്കെയോ ലേഹ്യമൊക്കെ കഴിച്ചിരുന്നത്? ആ, അതിപ്പോഴും കഴിക്കണ്ടല്ലോ. എന്നിട്ടും കൂടി നിർത്തിയില്ലേ? മൂപ്പരിപ്പാ ലേഹ്യം കള്ളിന്റെ കൂടെ ടച്ചിങ്സ് ആയിട്ടാ ഉപയോഗിക്കണത്. പ്രിയപ്പെട്ട നാട്ടുകാരെ, കുതിച്ചുയരുന്ന വിലക്കയറ്റത്തിനെതിരെ നാളെ കേരളമൊട്ടാകെ ഹർത്താൽ ആഹ്വാനം ചെയ്യുകയാണ്. കടകമ്പോളങ്ങൾ അടച്ച് ഈ ഹർത്താൽ ഒരു വൻ വിജയമാക്കാൻ ഞങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. പേപ്പർ, പാൽ എന്നിവയ്ക്ക് ഹർത്താൽ ബാധകമാണ്, ബീവറേജുകൾക്ക് ബാധകമല്ല. അതെന്തായാലും നന്നായി. നാട്ടുകാരുടെ കഞ്ഞുകൂടി മുട്ടിയാലും ഇവന്മാരുടെ വെള്ളം കൂടി മുട്ടരുതല്ലോ. പാറുടുത്തി മിണ്ടായിരിക്കും, ആ വരുന്ന പൂതന. എന്താ അത്? പണിയൊന്നും ചെയ്യാണ്ട് നിന്നോടത്തന്നെ നിന്ന് താളം ചവിട്ടല്ലേ? താളം ചവിട്ടാതെ എന്താ സിനിമാറ്റിക് ഡാൻസോ? 125 രൂപയ്ക്ക് ഈ പണിയൊക്കെ തന്നെ ധാരാളം. അയ്യോ, എന്റെ മാല! അയ്യോ, എന്റെ മാല പോയി. ദൈവമേ ഈശ്വര, ഞാനിപ്പോ എവിടെ പോയി അന്വേഷിക്കാനാ? വരുമ്പോ രാവിലെ ഉണ്ടായിരുന്നല്ലോ, എനിക്ക് നല്ല ഓർമ്മണ്ട്. അതിപ്പോ എവിടെ പോയത്? അയ്യോ, ഞാനിപ്പോ ഇത് ഇല്ലാണ്ട് എങ്ങനെ വീട്ടിൽ പോവാ? എന്നെ തല്ലി കൊല്ലും എല്ലാരും കൂടിയിട്ട്. ഉറുമ്പ് അരിമണി കൂട്ടണ പോലെ കൂട്ടിച്ച പൈസ കൊണ്ട് വാങ്ങിയ മാലയാ. പാറോടുത്തിയെ, ജാനോ, എല്ലാരും ഒന്നോട് വന്നേ. നിങ്ങൾ ഒന്ന് തെരഞ്ഞു നോക്കി, എനിക്ക് നെഞ്ച് വേഞ്ചിട്ട് വയ്യ. ഒന്നിട്ട് വരി, എന്റെ മാല കാണാനില്ല. സമാധാനപ്പെടേ, ഇനിയിപ്പൊ വീട്ടിലുണ്ടെങ്കിലോ? അല്ലല്ല, ഈ പുല്ലിൽ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവുക. ഞാൻ വരുമ്പട്ട് വന്നാണേ. എല്ലാരും ഒന്നും തെരയി. 2.5 പവന്റെ മുതലാ. മോളെ, ഈ വീട്ടിലൊക്കെ ഒന്ന് പോയോക്കിട്ട് വന്നാ ചെലപ്പോ ഈ എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിലോ? കുന്തം പോയ കുടത്തിലും തപ്പണം എന്നാണല്ലോ. പോയോക്കിട്ട് വായ. ആ, എന്നാ ശരി, നിങ്ങൾ ഇവിടേക്ക് ഒന്ന് നോക്കണട്ടാ. ജാനു, ലക്ഷ്മി, കതീഷേ, ഇവിടെ വന്നാണി. അതെ, നമുക്ക് ഇവിടേക്ക് ഒന്ന് നോക്കാം. മാല കിട്ടിയ പപ്പാതി. മനസ്സിൽ വീണ്ടും ലഡു പൊട്ടി. പണി തീർത്തോ? കാലക്കി. നിങ്ങൾ ഇത്ര നന്നായി പണിയെടുക്കുന്നു ഞാൻ കരുതിയില്ല. പിന്നെ ഞങ്ങൾ ഉത്തരവാദിത്തമുള്ള പണിക്കാരല്ലേ? ഉത്തരവാദിത്തം നിങ്ങൾക്ക്. അല്ല മോളെ, മാല കിട്ടിയ? മാലയാ?
ഒരു പണിയും ചെയ്യാതെ ഇവിടെ പരദൂഷണം പറഞ്ഞ് കുത്തിരിപ്പാണ് നിങ്ങളുടെ പണിയെന്ന് എനിക്കറിയാം. 125 രൂപയ്ക്കല്ലേ വിലയില്ലാത്തുള്ളൂ. 2.5 പവന് വിലയുണ്ടോന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒപ്പിച്ചൊരു സൂത്രാണിത്. അതുകൊണ്ട് ഇപ്പം എന്തായി? 5 കൊണ്ട് മുന്നേ പണിയും തീർന്നു, കാട് വെട്ടി തെളിക്കുകയും ചെയ്തു. തൊഴിലില്ലായ്മയല്ല നമ്മുടെ പ്രശ്നം, അത് ചെയ്യാനുള്ള മനസ്സില്ലായ്മയാണ്.